ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ സെക്കൻഡ് ലെസൺ ആയിരുന്നു നമ്മൾ ഇന്നലെ പഠിച്ചത്, കാരുണ്യത്തിന്റെ വില അല്ലെ. അതായിരുന്നു സെക്കൻഡ് ലെസണിന്റെ പേര് അല്ലെ. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്ത് മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. അല്ലെ, എന്ത് വിഷ്ണുഗുപ്തൻ ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ് ശിഷ്യന്മാർക്ക് വേണ്ടി എന്ന് പറഞ്ഞു അല്ലെ. എന്തായിരുന്നു ആ മത്സരം? എന്തായിരുന്നു ഷോളെ? പ്രകാശവസ്തു. ഓക്കെ, എന്താണ്? പ്രകാശവസ്തു ഏതെന്ന് കണ്ടുപിടിക്കുക അല്ലേ. ഓക്കെ, അപ്പോ എന്തായിരുന്നു? ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പ്രകാശവസ്തു അല്ലെ, അങ്ങനെ പറയുന്നില്ലേ? ലോകത്തിലെ ഏറ്റവും വില പിടിച്ച പ്രകാശവസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതായിരുന്നു അവരുടെ മത്സരം അല്ലെ. ഓക്കെ, ഏത് ദിവസമായിരുന്നു അവിടെ മത്സരം ആഘോഷിക്കുന്നത് എന്ന്? ഗുരുകുലത്തിന് എന്താ വന്നത്? വാർഷികത്തിനായിരുന്നു അല്ലെ. അപ്പൊ ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഒരു സമ്മാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണത്? ഒരു വില പിടിച്ച സമ്മാനം എന്ന് പറയുന്നത്. അപ്പോ ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വില പിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ ഗ്രാമവാസികൾക്കെല്ലാം എന്തായിരുന്നു? തന്നെ പ്രിയങ്കരനും ആദരണീയരുമായിരുന്നു അല്ലെ. ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണംകേറാ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം അല്ലെ. ഗുരുകുലായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുലത്തിന് അധിഷ്ഠിതമായിരുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ ഗുരുകുലത്തിൽ വന്ന് കുട്ടികളെ വിദ്യാഭ്യാസിക്കുന്ന ഒരു കാലായിരുന്നു അല്ലെ അന്ന്. ഓക്കെ, അപ്പോ പാടലീപുത്രത്തിലെ ഒരു പാടലീപുത്ര എന്ന് പറഞ്ഞ സ്ഥലത്ത് ഓണം കേറാമൂല പറഞ്ഞാല് അധികം ആളൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത, അതായത് ഓണം വരെ വരുന്നില്ല എന്നർത്ഥം, അങ്ങനെ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഇടുങ്ങിയൊരു സ്ഥലമായിരുന്നു അല്ലെ അത്. ഓണം കേറാമൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. എന്തായിരുന്നു? അവരുടെ ശിഷ്യന്മാരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു നല്ല അധ്യാപകനായിരുന്നു ആര്? വിഷ്ണുഗുപ്തൻ അല്ലെ. ഓക്കെ, അപ്പോ കുട്ടികളുടെ എല്ലാ അഭിരുചിക്ക് അനുസരിച്ച് പെരുമാറുന്ന ഒരു പ്രകൃതക്കാരനായിരുന്നു അല്ലെ. വെറുതെ അവർ വന്ന് അങ്ങനെ ക്ലാസ് എടുത്ത് പോകുന്ന ഒരു അധ്യാപകനായിരുന്നില്ല, ഒരു ഗുരുവായിരുന്നില്ല. വിഷ്ണുഗുപ്തൻ നല്ല ഒരു ഗുരുവായിരുന്നു അല്ലെ. അപ്പൊ അവരുടെ അഭിരുചികൾ എന്ന് പറഞ്ഞാൽ ഇഷ്ടാനിഷ്ടങ്ങൾ, അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു ആര്? വിഷ്ണുഗുപ്തൻ. വ്യത്യസ്തമായ അഭിരുചികളോട് കൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. അത് എവിടെയായാലും അങ്ങനെ ആയിരിക്കും അല്ലെ. എല്ലാ കുട്ടികൾക്കും ഇപ്പൊ ഒരേ അഭിരുചി ആയിരിക്കില്ല അല്ലെ, വ്യത്യസ്തമായിരിക്കും അല്ലെ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പം 3-4 പേരുണ്ടെങ്കിൽ 4 പേർക്കും വ്യത്യസ്ത അഭിരുചികളായിരിക്കും അല്ലെ, വ്യത്യസ്ത ഇഷ്ടങ്ങളായിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു അവിടുത്തെ ശിഷ്യന്മാർക്കും. ഓക്കെ, അപ്പോ രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. അവരുടെ 3 പേരാണ് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം സംഘടിപ്പിച്ചത് അല്ലെ, ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്? ഏറ്റവും പ്രകാശമുള്ള ഒരു വസ്തു കണ്ടുപിടിച്ചു കൊണ്ടുവരണം എന്നതായിരുന്നു മത്സരം അല്ലെ. ഇതിൽ കൂടി എന്താണാവോ ഗുരുനാഥൻ പ്രതീക്ഷിക്കുന്നത്? ഏത് തരത്തിലുള്ള വസ്തുവാണെന്നായിരുന്നു ഏതാണ് ഉദ്ദേശിച്ചത് എന്നായിരുന്നു അവരുടെ സംശയം. അപ്പൊ രമണകനും ശ്രുതകേതുവും വിജയമിത്രനും എല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി അല്ലെ. ഇത് അന്വേഷിച്ച് അവരെന്ത് ചെയ്തു? ഓരോരോ വഴിക്ക് അന്വേഷണം തുടങ്ങി അല്ലെ. അപ്പോ യാത്രയായി അവരവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം അല്ലെ. അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച
വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരെയും ശ്രമം അല്ലെ. പിന്നെന്താ പറയുന്നത്, ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്ന എന്താണ്, പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ല് അല്ലെ. വിലയേറിയ എന്തായിരുന്നു, രമണകൻ കൊണ്ടുവന്നത് എന്തായിരുന്നു, വിലയേറിയ ഒരു ഓക്കെ പ്രകാശം പരത്തുന്ന ഒരു വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു രമണകൻ കൊണ്ടുവന്നത്. കൂരിരുട്ടിൽ പോലും വെളിച്ചത്തിന് 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ. അപ്പൊ അത്രയും വിലപിടിപ്പുള്ള നല്ല പ്രകാശം പരത്തുന്ന ഒരു സാധനം തന്നെയായിരുന്നു ആര്, രമണകൻ കൊണ്ടുവന്നത് അല്ലെ. അപ്പോ അത് ഈ ലോകത്തിൽ ഉണ്ടോ എന്ന് പറയുമ്പോ അതിലും വലിയൊരു സാധനം ഈ ലോകത്തിൽ ഇല്ല എന്നർത്ഥം. ശ്രുതകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. ശ്രുതകേതു എന്താ കൊണ്ടുവന്നത്, നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്ക്. കത്തുംതോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്കായിരുന്നു ആര്, ശ്രുതകേതു കൊണ്ടുവന്നത്. ഇരുട്ടിലെ ധൂമപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചൊരുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത്. അപ്പൊ ശ്രുതകേതു കൊണ്ടുവന്നതും എന്താണ്, ലോകത്തില് കിട്ടാത്ത അത്രയും വലിയൊരു സാധനമാണെന്നാണ് അവർ വിശ്വസിക്കുന്നത് അല്ലെ. അപ്പൊ ഇവര് രണ്ടുപേരും, അതായത് രമണകനും ശ്രുതകേതുവും കൊണ്ടുവന്നത് നല്ലത് ഞാൻ കൊണ്ടുവന്നതാണ്, ഉറച്ച ഒരു വിശ്വാസം ആർക്ക്, രണ്ടു കുട്ടികൾക്കും ഉണ്ടായി അല്ലെ. അപ്പോ അങ്ങനെയാണ് അവർ രണ്ടുപേരും കൊണ്ടുവന്നത്. എന്നാൽ വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീതിയിലൂടെ അലയുകയാണ്. എന്തുകൊണ്ടാണ്, ആ കുട്ടി പാവപ്പെട്ട ആളാണ് അല്ലെ. വില പിടിച്ച വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലും ഇല്ല. ചില്ലിക്കാശ് പോലും അവന് ഒരു നല്ല ഒരു വിലപിടിപ്പുള്ള സാധനം വാങ്ങാം എന്ന് വിചാരിച്ചാൽ അവന്, വിജയമിത്രന് ചില്ലിക്കാശ് പോലും ഇല്ല അല്ലെ. ഒരു ദരിദ്രനായ ആളായിരുന്നു. എന്തുകൊണ്ടാ, ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. അതുകൊണ്ട് തന്നെ വരുമാന മാർഗങ്ങളില്ല അല്ലെ. അതുകൊണ്ട് തന്നെ വിജയമിത്രന് ഒരു രൂപ പോലും ഇല്ല എന്ന് പറയില്ല, നമ്മളെ ചില്ലിക്കാശ് പോലും കയ്യിലില്ല. ഒരു എന്തെങ്കിലും സാധനം നല്ല വിലപിടിപ്പുള്ളത് വാങ്ങാമെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ വിജയമിത്രന്റെ കയ്യിൽ കാശില്ല അല്ലെ. ഓക്കെ, അച്ഛൻ കിടപ്പിലായത് കാരണം കാശില്ല. വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്തിടത്ത് മറ്റു വല്ലവും നടക്കുമോ. ആദ്യം നമുക്ക് ആഹാരമാണല്ലേ വേണ്ടത്, വിശപ്പടക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം അല്ലേ മനുഷ്യന്റെ. അപ്പൊ അതുപോലും ഇല്ലാത്തിടത്ത് മറ്റു വലിയ സമ്മാനങ്ങൾ വാങ്ങാൻ അവന്റെ കയ്യിൽ കാശില്ലായിരുന്നു അല്ലെ. അപ്പൊ അത്ര പോരാ, മനസ്സിലായോ എല്ലാവർക്കും. രമണകൻ കൊണ്ടുവന്നതും ശ്രുതകേതു കൊണ്ടുവന്നതും വിജയമിത്രന്റെ കാര്യം നമുക്ക് പറയുന്നത്രേ, അവന്റെ കയ്യിൽ കാശില്ല എന്നിടത്തും വരെയാണ് നമ്മൾ എത്തിയത് അല്ലെ. അപ്പൊ ഇത്ര പോലെ എല്ലാ കുട്ടികൾക്കും മനസ്സിലായോ. നമുക്ക് ഒരുപാട് എടുക്കണ്ട അല്ലെ. അപ്പോ ഇന്ന് നമുക്ക് ഇത് ഇത്ര പോലെ മതി. അപ്പൊ ഇതിലെല്ലാവർക്കും മനസ്സിലായോ എഴുത്തിനൊക്കെ. അപ്പൊ നമുക്ക് ഇതൊന്ന് വായിക്കണം. ആരാ ഒന്ന് ഫസ്റ്റ് വായിക്കുന്നത്, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ഷോൺ ഒന്ന് വായിച്ചേ. ഷോൺ അത്രേ വായിക്കുള്ളൂ, അത്രേ വായിക്കും. നമുക്ക് മെല്ലനെ മുമ്പോട്ട് പോവാം. വായിച്ച് കുറച്ച് വായിക്കാനുള്ള. പാഠം 2, കാരുണ്യത്തിന്റെ വില. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്തു മത്സരമാണ് ഗുരു. ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശ വസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും. വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണം കേറാമൂലമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അദ്ദേഹത്തിന്റെ ഗുരുകുലം അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ
അഭിരുചികൾ അറിഞ്ഞ് കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോടെ കൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമെല്ലാം ആ കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരമായ മത്സരങ്ങൾ, നിരീക്ഷണങ്ങളും ബുദ്ധി പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷിക പരിപാടിയുടെ ഭാഗമായി ഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ പോയോ? ഓക്കെ, ആൻമരിയ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങിയേ. ഏറ്റവും പ്രകാശമുള്ള മുതല് ഷോൺ വായിക്കാൻ മനേനെ അടുത്ത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചത്? രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമെല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി. അവരവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. കൂരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തുണ്ടോ? ശ്രുതകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. അത് കത്തുന്തോറും പ്രഭ കൂടി വരുന്നു. ഒരു അസാധാരണ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാതിടത്ത് മറ്റു വല്ലതും കിട്ടുമോ? നടക്കുമോ? അല്ലെ? ഓക്കെ, മതി. അപ്പൊ നെക്സ്റ്റ് ആൻമരി ഒന്ന് വായിച്ചേ മോളെ. സ്റ്റാർട്ടിങ് മുതലാ? സ്റ്റാർട്ടിങ് മുതൽ. പാഠം 2. കാരുണ്യത്തിന്റെ വില. ശിഷ്യരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്ത് മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശവസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്ന ആൾക്ക് ഞാൻ വില പിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലിപുത്രത്തിലെ ഒരു ഓണംകേറ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതിക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോടുകൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമാണ്
വിജയമിത്രനുമെല്ലാം ആ കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമെല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി. അവരവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. കൂരിട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ച് വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ? ശ്രുതകേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായ ഒരു വിളക്കാണ്. കത്തും തോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്ക്. ഇരുട്ടിന്റെ ധൂമപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചൊരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റും തന്നെയാണുള്ളത്. വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീതിയിലൂടെ അലയുകയാണ്. വിലപിടിച്ച വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലുമില്ല. ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ നിവൃത്തിയില്ലാത്തടത്ത് മറ്റു വല്ലതും നടക്കുമോ? ഓക്കെ, ഗുഡ്. അപ്പൊ നെക്സ്റ്റ് ശ്രേയ ഒന്ന് വായിച്ചേ മോളെ. പാഠം 2. കാരുണ്യത്തിന്റെ വില. ശിഷ്യന്മാരെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു മത്സരം ഏർപ്പെടുത്തുകയാണ്. വിഷ്ണുഗുപ്തൻ പറയാൻ തുടങ്ങി. എന്തു മത്സരമാണ് ഗുരു? ശിഷ്യന്മാർ ആകാംക്ഷയോടെ ആരാഞ്ഞു. ലോകത്തിലെ ഏറ്റവും വിലപിടിച്ച പ്രകാശവസ്തു ഏതെന്ന് കണ്ടെത്തുക. ഇതാണ് മത്സരം. ഇതിൽ വിജയിക്കുന്നയാൾക്ക് ഞാൻ വിലപിടിച്ച ഒരു സമ്മാനം നൽകും, വിഷ്ണുഗുപ്തൻ അറിയിച്ചു. ശിഷ്യന്മാരെല്ലാം ഗുരുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയായിരുന്നു. വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാർക്ക് മാത്രമല്ല, ആ ഗ്രാമവാസികൾക്കെല്ലാം തന്നെ പ്രിയങ്കരനും ആദരണീയനുമായിരുന്നു. പാടലീപുത്രത്തിലെ ഒരു ഓണങ്കേറ മൂലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഗുരുകുലം. അതീവ സമർത്ഥനും തന്ത്രശാലിയുമായ വിഷ്ണുഗുപ്തൻ ശിഷ്യന്മാരുടെ അഭിരുചികൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന പ്രകൃതിക്കാരനായിരുന്നു. വ്യത്യസ്തമായ അഭിരുചികളോട് കൂടിയ ശിഷ്യന്മാരാണ് അവിടെ പഠിച്ചിരുന്നത്. രമണകനും ശ്രുതകേതുവും വിജയമിത്രനുമെല്ലാം അക്കൂട്ടത്തിൽ പെടുന്നു. ഇടയ്ക്കിടെ വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കു വേണ്ടി രസകരങ്ങളായ പല മത്സരങ്ങളും നിരീക്ഷണങ്ങളും പരീക്ഷകളും സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഗുരുകുലത്തിന്റെ വാർഷികം വന്നു ചേർന്നത്. വാർഷിക പരിപാടിയുടെ ഭാഗമായാണ് വിഷ്ണുഗുപ്തൻ തന്റെ ശിഷ്യന്മാർക്കായി വളരെ പുതുമയുള്ള ആ മത്സരം ഏർപ്പെടുത്തിയത്. ഏറ്റവും പ്രകാശമുള്ള വസ്തുവാണ് കണ്ടുപിടിച്ചു കൊണ്ടുവരേണ്ടത്. എന്താണാവോ ഗുരുനാഥൻ ഇതിലൂടെ ഉദ്ദേശിച്ചിട്ടുള്ളത്? രമണകനും ശ്രുതികേതുവും വിജയമിത്രനും എല്ലാം ഓരോരോ വഴിക്ക് യാത്രയായി. അവരുടെ കാഴ്ചപ്പാടിന് യോജിച്ച വസ്തുക്കൾ കണ്ടുപിടിക്കാനായി ഓരോരുത്തരുടെയും ശ്രമം. ഗ്രാമപതിയുടെ മകനായ രമണകൻ കൊണ്ടുവന്നത് പ്രകാശം പരത്തുന്ന വിലയേറിയ ഒരു വൈരക്കല്ലായിരുന്നു. കൂരിരുട്ടിൽ പോലും വെളിച്ചത്തിന്റെ 1000 പൂക്കൾ ഒരുമിച്ചു വിടർത്തുന്ന വൈരക്കല്ലിനേക്കാൾ കൂടുതൽ പ്രകാശം പരത്തുന്ന മറ്റു വല്ല വസ്തുവും ഈ ലോകത്തിലുണ്ടോ? ശ്രുതികേതു കൊണ്ടുവന്നത് നിറയെ ചിത്രവേലകൾ ചെയ്തിട്ടുള്ള മനോഹരമായൊരു വിളക്കാണ്. കത്തും തോറും പ്രഭ കൂടി വരുന്ന ഒരു അസാധാരണ വിളക്ക്. ഇരുട്ടിന്റെ ധൂമപടലങ്ങളിൽ കനകപ്രകാശം കോരിച്ചൊരിയുന്ന ഈ വിളക്കിനേക്കാൾ തിളക്കം മറ്റെന്തിനാണുള്ളത്? വിജയമിത്രൻ ഇപ്പോഴും ഗ്രാമവീതിയിലൂടെ അലയുകയാണ്. വിലപിടിച്ച് വല്ലതും വാങ്ങാമെന്ന് വെച്ചാൽ തന്നെ അവന്റെ കയ്യിൽ ചില്ലിക്കാശ് പോലുമില്ല. ഗ്രാമപുരോഹിതനായ അവന്റെ അച്ഛൻ തളർവാദം പിടിപെട്ട് വളരെ കാലമായി കിടപ്പിലാണ്. വിശപ്പടക്കാൻ നിവർത്തിയില്ലാത്തിടത്ത് മറ്റു വല്ലതും നടക്കുമോ? ഓക്കെ, ഗുഡ്. അപ്പൊ എല്ലാവർക്കും വായിക്കാൻ അറിയുന്നുണ്ട് അല്ലേ? ഓക്കെ, മോന്റെ കയ്യിൽ ബുക്ക് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി വീട്ടിൽ നിന്ന് ഇന്നും വായിക്കണം അല്ലേ? ടെക്സ്റ്റ് വായിക്കണം. ഓക്കെ, അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടാണ് ഇനി നമുക്ക് നാളെ പഠിക്കേണ്ടത് അല്ലേ? അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇന്ന് ആർക്കെങ്കിലും? ഉണ്ടോ? ഓക്കെ ആണോ എല്ലാവർക്കും ഇന്ന്?
ഓക്കെ, ശ്രേയക്ക് ഓക്കെയാണ്, ഷോൺ ഓക്കെയാണ്. അൻവിരിയെ കേൾക്കുന്നില്ലേ മോളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഓക്കെയാണ് അല്ലെ? അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അവിടുന്ന് അങ്ങോട്ട് പഠിക്കാം. അപ്പൊ മിസ് ഇന്ന് അവിടുന്ന് ലാസ്റ്റ് വരെ ഒന്ന് വായിക്കാം. ഓക്കെ, നമ്മളെ ടൈം ഏകദേശം കഴിയാറായി. അപ്പൊ ഇന്ന് നമുക്ക് അവിടുന്ന് അങ്ങോട്ടൊന്ന് വായിച്ചിട്ട് അവസാനിപ്പിക്കാം. അപ്പോ ഒന്നും കണ്ടെത്താനാവാതെ വിജയമിത്രൻ നിരാശനായി ഗുരുകുലത്തിലേക്ക് തിരിച്ചു. അപ്പോഴാണ് ഒരു ദയനീയ രംഗം അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങകലെ ഒരു മരച്ചുവട്ടിൽ ഒരു പാവം പക്ഷി അമ്പേറ്റ് പിടയുന്നു. വിജയമിത്രൻ ഓടിച്ചെന്ന് അതിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. ദാഹജലത്തിന് വേണ്ടി അത് വായി തുറന്നു. അവൻ അതിന്റെ വായിൽ ജലം പകർന്നു. പിന്നെ മുറിവേറ്റ സ്ഥലത്ത് പച്ചമരുന്നുകൾ പിഴിഞ്ഞൊഴിച്ചു. അപ്പോഴേക്കും നേരം വളരെ വൈകിയിരുന്നു. ഗുരുകുലത്തിലെത്തേണ്ട സമയം കഴിഞ്ഞിരുന്നു. വിജയമിത്രൻ തന്റെ കയ്യിലുള്ള പക്ഷിയെ നെഞ്ചത്തടക്കി പിടിച്ചുകൊണ്ട് വേഗത്തിൽ ഓടി. മറ്റുള്ളവരെ പോലെ ഏറ്റവും വില പിടിച്ച വസ്തുവുമായി എത്താൻ കഴിയാതെ വന്നതിൽ അവൻ വല്ലാതെ സങ്കടപ്പെട്ടു. അവൻ എന്തെന്നില്ലാത്ത ലജ്ജയും തോന്നി. വിജയമിത്രൻ വരുന്നതും കാത്ത് വിഷ്ണുഗുപ്തൻ ഗുരുകുലത്തിന്റെ മുറ്റത്ത് തന്നെ ഉലാത്തുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മുടെ ഒരു ശിഷ്യൻ വരാത്തതുകൊണ്ട് വിഷ്ണുഗുപ്തൻ എന്ത് ചെയ്യുന്നേ? അവനെയും കാത്ത് മുറ്റത്ത് തന്നെ നടക്കുക അല്ലെ, ഉലാത്തുന്നുണ്ടായിരുന്നു. ഗുരുവിനെ കൈവണങ്ങിയിട്ട് അവൻ പറഞ്ഞു, ഗുരു, മറ്റുള്ളവരെ പോലെ വിലപിടിച്ച ഒരു വസ്തുവും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ ദരിദ്രനാണ് അല്ലെ, പാവപ്പെട്ടവരാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് മറ്റുള്ളവരെ പോലെ ഒരു വസ്തുവും വിലപിടിപ്പുള്ളത് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിക്കണം. പിന്നെ നിന്റെ കയ്യിൽ എന്താ ഇരിക്കുന്നത്? ഗുരു അന്വേഷിച്ചു. ഇതൊരു അമ്പേറ്റ പക്ഷിയാണ്. ഇതിനെ വഴിയിൽ ഉപേക്ഷിച്ചു പോരാൻ എനിക്ക് കഴിഞ്ഞില്ല. വിജയമിത്രന്റെ കണ്ണുകൾ നിറഞ്ഞു. ഓഹോ, അപ്പോൾ ഇത് വളരെ വിലയേറിയ ഒരു വസ്തുവാണല്ലോ. ഗുരുവിന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി. എങ്കിലും കാരുണ്യത്തിന് വേണ്ടി കഴിയുന്ന ആ പക്ഷിയുടെ ദീനഭാവം കണ്ട് അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചു. അതിനെ നോക്കിയിരുന്ന രമണകന്റെയും ശ്രുതകേതുവിന്റെയും കണ്ണുകൾ നിറയുന്നത് ഗുരു ശ്രദ്ധിച്ചു. അദ്ദേഹം പറഞ്ഞു, ശിഷ്യരെ, ഏറ്റവും പ്രകാശമേറിയ വസ്തു കണ്ടെത്തിയ വിജയമിത്രനാണ്. അതിനാൽ എന്റെ സമ്മാനം ഞാൻ അവനാണ് നൽകാൻ പോകുന്നത് അല്ലേ. അപ്പൊ ദയ കൂടുതൽ കാണിച്ചത് ആരാ? വിജയമിത്രനായിരുന്നില്ലേ? പക്ഷിയെ എടുത്തതും മുറിവിന് മരുന്ന് വെച്ചതൊക്കെ. അതെങ്ങനെയാണ് ഗുരു? രമണകൻ സംശയം ചോദിച്ചു. ശിഷ്യരെ, മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയതും ദൈവികവുമായ ഒരു അനുഭൂതിയാണ് ദയ. അപ്പൊ ദയ ഉണ്ടാവണം എല്ലാവർക്കും അല്ലെ. ആ ദയയെ ഉണർത്താൻ വിജയമിത്രൻ കൊണ്ടുവന്ന വസ്തുവിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ പോലും കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത്. വിഷ്ണുഗുപ്തൻ വിശദമാക്കി. ശിഷ്യന്മാർ ഗുരുവിന്റെ വചനങ്ങൾ ശ്രദ്ധയോടെ കേട്ടു. അവരുടെ മനസ്സിൽ ഒരു പുതിയ വെളിച്ചം ഉണർന്നു. അവർ തങ്ങളുടെ ആദരണീയനായ ഗുരുവിന്റെ പാദങ്ങൾ തൊട്ട് നമസ്കരിച്ചു, തൊട്ട് വണങ്ങിയല്ലേ. അപ്പോ ദയയാണ് വേണ്ടത്. ശിഷ്യരെ, മനുഷ്യ മനസ്സിലെ ഏറ്റവും പ്രകാശമേറിയതും ദൈവികവുമായ ഒരു അനുഭൂതിയാണ് ദയ എന്ന ഒരു വിവേചനം വിദ്യ അവർക്കുണ്ടായി അല്ലേ. ഓക്കെ, അപ്പൊ ഈ പാഠത്തിലൂടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അവിടുന്ന് അങ്ങോട്ടുള്ള പാരഗ്രാഫ് നല്ല നീറ്റിൽ പഠിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ എല്ലാവരും വായിച്ചിട്ട് വരണം. അതുപോലെ തന്നെ കഴിഞ്ഞ നമ്മുടെ ലെസണിന്റെ നോട്ട് കംപ്ലീറ്റ് ആക്കണം. നമുക്ക് എക്സാം ഉണ്ടാവും ഈ ആഴ്ചയിൽ. ഇനി അടുത്ത ദിവസങ്ങളിൽ ഏത് ദിവസം, 2 ദിവസം ഉള്ളതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ എക്സാം ഇടും. ഓക്കെ, അപ്പൊ എല്ലാവരും പഠിക്കണം. കഴിഞ്ഞ ലെസണിന്റെ ക്വസ്റ്റ്യൻ ആൻസറും മീനിങ്ങും പിന്നെ ചേർത്ത് എഴുതുക എന്നുള്ളതുണ്ട്, അതൊക്കെ പഠിക്കണം. ഓക്കെ, അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എല്ലാവരും ഓക്കെ, കഴിച്ചു അല്ലേ? അപ്പൊ എല്ലാവരും പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോട്ടോ, കഴിക്കാത്തവര്. ഓക്കെ, ബൈ. ബൈ. See you. അപ്പൊ നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? അതിന്റെ പിന്നെ ക്ലാസ്. ഓക്കെ, ഫെയ്റ്റേ ബൈ. ഫെയ്ത്തിന് ഇന്ന് കാണാനേ പറ്റിയിട്ട, വണ്ടിയിലായതുകൊണ്ട്. ഫെയ്ത്ത് ഫുൾ ടൈം വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രേയയും പോയല്ലോ, ഇപ്പം വീഡിയോ ഓഫ് ചെയ്തല്ലോ. ഓക്കെ ഫെയ്ത്ത് ബൈ. ഓക്കെ, എന്ത് ചെയ്യുന്നേ?